വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. ഭാരതപ്പുഴയുടെ ആഴങ്ങളിൽ മറഞ്ഞിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം തെളിഞ്ഞു. സഞ്ചാരികളിൽ കൗതുകം. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിന് എതിർവശമുള്ള ശ്മശാനം കടവിലാണ് വെള്ളത്തിന്റെ തോത് കുറഞ്ഞപ്പോൾ ഒരു കൈ നഷ്ടപ്പെട്ട നിലയിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം കണ്ടെത്തിയത്. ഇത് യാത്രക്കാരിലും നാട്ടുകാരിലും സഞ്ചാരികളിലും കൗതുകമുണർത്തി. ഭാരതപ്പുഴയുടെ ആഴങ്ങളിൽ മറഞ്ഞിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം തെളിഞ്ഞു. സഞ്ചാരികളിൽ കൗതുകം. കാലവർഷം കുറഞ്ഞ് ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നപ്പോൾ പുഴയുടെ ആഴങ്ങളിൽ മറഞ്ഞിരുന്ന ഒരു അപൂർവ കാഴ്ച തെളിഞ്ഞു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര കടവിന് എതിർവശത്തുള്ള ശ്മശാനം കടവിന് സമീപം ഒരു കൈ നഷ്ടപ്പെട്ട നിലയിലുള്ള ഒരു ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഇപ്പോൾ നാട്ടുകാരിലും സഞ്ചാരികളിലും കൗതുകമുണർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴ കാണാനെത്തിയ വിനോദസഞ്ചാരികളാണ് ഈ വിഗ്രഹം ആദ്യം കണ്ടത്. മഞ്ഞപ്പട്ട് ധരിച്ച് കിരീടം ചൂടി ഓടക്കുഴൽ വായിക്കുന്ന രൂപത്തിലുള്ള ഏകദേശം 4 അടിയിലേറെ ഉയരമുള്ള ഈ വിഗ്രഹം വെള്ളത്തിൽ നിവർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു. സഞ്ചാരികൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കേടുപാടുകൾ സംഭവിച്ചത് കാരണം ആരെങ്കിലും വിഗ്രഹം പുഴയിൽ ഒഴുക്കിയതാകാമെന്നാണ് കരുതുന്നത്. CCV ന്യൂസ്, ചെറുതുരുത്തി.